ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുർമീസ് ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേരയെക്കുറിച്ചാണ്. അതായത് പേരത്തൈയുടെ പരിചരണവും പേര വേഗത്തിൽ കായ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള തൈകളാണ് സെലക്ട് ചെയ്യേണ്ടത്, പേര നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അടിവളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. തായ്ലൻഡ് പിങ്ക്, റെഡ് ഡയമണ്ട്, ജപ്പാൻ പേര, അതേപോലെ കിലോ പേര എന്നീ പേരുകളിൽ പലതരത്തിലുള്ള വെറൈറ്റീസ് നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പേര വേഗത്തിൽ കായ്ക്കാനായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതോ ലെയർ ചെയ്തതോ ആയിട്ടുള്ള പേരയുടെ ചെടികൾ വാങ്ങിച്ചു വെക്കുന്നതാണ് നല്ലത്. ഇതുപോലുള്ള തൈകൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ചെടിച്ചട്ടികളിലൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ സ്ഥലം കുറച്ചുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള പേരത്തൈകൾ വാങ്ങിച്ചു വെക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇതുപോലെ വലിയ ചട്ടിയിലൊക്കെ വെക്കുന്ന പേരത്തൈ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പേര നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് തൈ നടുമ്പോൾ നമ്മൾ വലിയ ചെടിച്ചട്ടിയിൽ തൈ നടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ നല്ലൊരു തൈ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേണ്ടത് വലിയ ഒരു ചെടിച്ചട്ടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് നമ്മുടെ ചട്ടിയിലോട്ട് ഇടേണ്ട മണ്ണ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതായത് എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ചേർക്കേണ്ടത് എന്ന് നോക്കാം. നമ്മുടെ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് നമ്മൾ മണ്ണെടുക്കാം. അതിന് കുമ്മായം ഇട്ട് പുളിപ്പ് മാറ്റിയ മണ്ണാണ് ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതിൽ നമ്മൾ ചകിരിച്ചോറും ചാണകവും ഉമിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചട്ടിയുടെ അടിഭാഗത്തായിട്ട് കുറച്ച് പുല്ലുകളും കളകളൊക്കെ പറിച്ച് കളയത്തില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മണ്ണില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ചട്ടിയുടെ നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് മണ്ണ് നീക്കണം. ആ മണ്ണ് നീക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പേരത്തൈ നടാനായിട്ടാണ്. ഇനി നമുക്ക് പേരത്തൈ നടുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മൾ പേരത്തൈ നടാനായിട്ട് ചെറിയൊരു കുഴി എടുത്തില്ലേ നടുക്ക് ഭാഗത്തായിട്ട്, ആ ഭാഗത്ത് നമുക്ക് ചാണകപ്പൊടി, ജൈവവളം അല്ലെങ്കിൽ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് അതും പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ മണ്ണ് മാറ്റി ആ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചെടി ഇതിൻ്റെ ആ പ്ലാസ്റ്റിക് കവർ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു കവറിലൊക്കെ ആയിരിക്കുമല്ലോ കിട്ടുന്നത്, ആ കവറ് നമുക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ വേരൊന്നും പൊട്ടാതെ ആ മണ്ണ് നീക്കി കളയണം. ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിലും ആ മണ്ണങ്ങ് മാറിക്കിട്ടും. അപ്പോൾ പിന്നെ വേര് ഒട്ടും തന്നെ പൊട്ടാതെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറും മണ്ണ് മാറ്റണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മാറ്റിയതിന് ശേഷം ഈ ചെടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചട്ടിയിൽ വേര് പിടിക്കുകയും പെട്ടെന്ന് തന്നെ ചെടി വളരുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് നമ്മൾ നമ്മുടെ ചെടിയെ വെയിലത്ത് വെക്കാനേ പാടില്ല. തണലത്ത് തന്നെ 2 ദിവസം വെക്കുക. അതിനുശേഷം നമുക്ക് നല്ല വെയിലത്ത് വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ ചെടി നനച്ചു കൊടുത്തിരിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെടി നടാനായിട്ട് നമ്മുടെ ചെടിച്ചട്ടിയുടെ നടുക്കുന്ന കുറച്ച് മണ്ണ് മാറ്റിയില്ലേ, നമ്മുടെ ചെടി നട്ടതിന് ശേഷം മുകൾ ഭാഗത്തായിട്ട് അത് ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചെടി സെൻറ്ററിൽ തന്നെ, ആ ചട്ടിയുടെ സെൻറ്ററിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ചെടി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത ആ മണ്ണ് ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി നമ്മുടെ ആ ചെടിയുടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ആ ചെടിച്ചട്ടിയിൽ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് പൊത ഇട്ട് കൊടുക്കാം. അതായത് ഉണങ്ങിയ വാഴയിലയോ മറ്റോ വെച്ചിട്ട് നമുക്ക് പൊത ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നനവ് നിലനിൽക്കുകയും കളകൾ വളരുന്നത് തടയുകയും ചെയ്യും. പേര വളരുന്ന സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കണം. ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നനയ്ക്കണം. പേര നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പെട്ടെന്ന് കായ്ക്കുകയും വലിയ കായ്കൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. പിന്നെ കായ്കളൊക്കെ ആയി വരുന്ന ആ സമയത്ത് തന്നെ നമുക്ക് കായ്കൾ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പേരയ്ക്ക
കിളികളൊന്നും കൊത്താതെയും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നീട് നമുക്ക് 2-3 മാസങ്ങൾ കൂടുമ്പോഴത്തേക്ക് ഇതേപോലെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് കോഴിവളവോ ചാണകവും ഒക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതായത് 2-3 മാസം കൂടുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒന്നും തന്നെ ചെയ്തില്ലെങ്കിലും കുറച്ച് ചാണകമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെ പേര് നല്ല രീതിയിൽ വളരുകയും നന്നായി കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.